ഒരു പുതിയ ടി വി കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നിട്ടുണ്ട്. തോഷിബ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന M550 എന്ന് പറയുന്ന മോഡൽ ടി വി ആണ് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ടിവിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു 55 ഇഞ്ച് 4K LED ടി വിയാണ്. മാത്രമല്ല നിരവധി ഫീച്ചറുകളുള്ള ഒരു ടി വി കൂടിയാണ്. ഇതിനകത്ത് ക്വാണ്ടം ഡോട്ട് 4K ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫുൾ അറേ ലോക്കൽ ഡിമ്മിംഗ് ഉണ്ട്, ഡോൾബി വിഷൻ IQ ഉണ്ട്, അൾട്ടിമേറ്റ് മോഷൻ, റെക്സ ബാസ് വൂഫർ, ഇങ്ങനെ നിരവധി ഫീച്ചറുകളുള്ള ഒരു ടി വിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതുപോലെ തോഷിബ എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1 ബ്രാൻഡ് ഇൻ ജപ്പാൻ. അപ്പോൾ അത്തരത്തിൽ തോഷിബ പുറത്തിറക്കുന്ന M550 എന്ന് പറയുന്ന മോഡൽ ടി വിയാണ് നിങ്ങൾ ഇന്ന് അൺബോക്സ് ചെയ്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ടി വി ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതേ ബോക്സിനകത്ത് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ടേബിൾ മൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ടേബിൾ മൗണ്ട് കൈ പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. മെറ്റാലിക് ആണ്, കണ്ടില്ലേ? മെറ്റാലിക് ആണ്, നല്ല വെയിറ്റ് ഉള്ള ഒരു ടേബിൾ മൗണ്ട് ആണ്, ക്വാളിറ്റി ഉള്ളതാണ്. പിന്നീടുള്ളത് ഇതുപോലെ ഇതിൻ്റെ ഒരു ആക്സസറി പാക്കാണ്. അതിനകത്ത് ഇതിൻ്റെ റിമോട്ട്, പവർ കോഡ്, യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ, ഓഡിയോ വീഡിയോ ഔട്ട് കേബിൾ, റിമോട്ടിൽ ഇടാനുള്ള ബാറ്ററി, ടേബിൾ മൗണ്ട് ചെയ്യുന്നതിനുള്ള സ്ക്രൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടി വിയുടെ ആക്സസറി ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓർക്കുക, വോൾ മൗണ്ട് ഇതിനോടൊപ്പം വരുന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് കാണിക്കാം ബാക്കി. അങ്ങനെ തോഷിബയുടെ M550 എന്ന് പറയുന്ന ഈ ഒരു ടി വി നമ്മളിവിടെ ഇത്തരത്തിൽ വോൾ മൗണ്ട് സെറ്റ് ചെയ്തു. ഇതിനകത്ത് നമ്മളെ ഏറ്റവും ആദ്യം ആകർഷിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പിക്ചർ ക്വാളിറ്റി തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്നുള്ളത് പറയട്ടെ. കാരണം ഈ ഒരു സ്ക്രീൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ഒരു ബ്ലാക്ക് ഏരിയ ഒക്കെ നോക്കി നല്ല പ്യുവർ ബ്ലാക്ക് കളർ തന്നെയാണ് നമുക്ക് കാണുന്നത്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ടി വി സമ്മാനിക്കുന്നത്. ഇതിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ഒരു ബെസലൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ബെസലാണ് ഈ ഒരു സ്മാർട്ട് ടി വിക്ക് അകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ കാര്യമായിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബാക്കും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സാധാരണ സ്മാർട്ട് ടിവികളെ പോലെ അല്ല ഇത് ബാക്ക് കാണാനൊരു ഭംഗിയുണ്ട്. എസ്പെഷ്യലി ഇതിന്റെ ബാക്കിൽ ഈ ഒരു സബ് വൂഫർ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഏരിയ ഒക്കെ കാണാൻ കുറച്ചൊരു ഭംഗി നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ബാക്ക് സൈഡ് രണ്ട് വ്യത്യസ്ത സൈസുകളാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ടി വി ലഭിക്കുന്നത്. 55 ഇഞ്ചും അതുപോലെ തന്നെ 65 ഇഞ്ചും ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് 55 ഇഞ്ചിന്റെ മോഡലാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജപ്പാനിലെ നമ്പർ 1 ബ്രാൻഡാണ് തോഷിബ. അപ്പോൾ ഈ ഒരു ടി വിക്ക് തോഷിബ ഇത്തരത്തിൽ 1 ഇയർ വാറന്റിയും നൽകുന്നുണ്ട്. ഈ ഒരു ടി വിക്ക് തോഷിബ ഒരുപാട് ഫീച്ചറുകളാണ് നൽകിയിരിക്കുന്നത്. അതിനകത്തെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ക്വാണ്ടം ഡോട്ട് കളർ ആണ്. അതായത് പ്യുവർ ലൈഫ് ലൈക്ക് കളർ നമുക്ക് ഈ ഒരു ടി വിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സാധാരണ പല സ്മാർട്ട് ടിവികളും നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണുന്ന കളറല്ല, കുറച്ചുകൂടി സാച്ചുറേറ്റ് ചെയ്ത് ഓവർ കളറായിട്ട് നൽകാറുണ്ട്. പക്ഷേ ഇത് ഒരു ലൈഫ് ലൈക്ക് കളറാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഒരു പ്യുവർ കളർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ടി വി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ക്വാണ്ടം ഡോട്ട് കളർ എന്ന് പറയുന്ന ഫീച്ചർ ഈ ഒരു സ്മാർട്ട് ടി വിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുൾ അറേ ലോക്കൽ ഡിമ്മിംഗ് എന്ന് പറയുന്ന ഫീച്ചറും ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ ബ്ലാക്ക് ഏരിയകൾ നല്ല ഷാർപ്പ് ബ്ലാക്ക് ആയിട്ടും അതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയകൾ നല്ല ബ്രൈറ്റ് ആയിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സെപ്പറേഷൻ, ബ്ലാക്കും ബ്രൈറ്റ് ഏരിയകളും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ നല്ല രീതിയിൽ നമുക്ക് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് പിക്ചറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റെക്സ പവർ ഓഡിയോ പ്രോ എന്ന് പറയുന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് സാധാരണ സ്മാർട്ട് ടി വികളിലെ സ്പീക്കർ എന്നൊക്കെ പറഞ്ഞ് 20 വാട്ടിന്റെ ഒക്കെ സ്പീക്കറുകളാണ് നൽകുന്നത്. എന്നാൽ ഇതിനകത്ത് 2.1 സ്പീക്കർ സിസ്റ്റം ആണ് നൽകിയിരിക്കുന്നത്. 20 വാട്ടിന്റെ സ്പീക്കറുകൾ സാധാരണ പോലെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ബാക്കിൽ ഒരു സബ് വൂഫർ കൊടുത്തിട്ടുണ്ട്. 20 വാട്ടിന്റെ ഒരു സബ് വൂഫർ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 40 വാട്ടിന്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ടി വിയിൽ നിന്ന് ലഭിക്കും. അപ്പൊ 2.1 സബ് വൂഫർ സിസ്റ്റം ഈ ഒരു ടി വിയിൽ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ടി വി സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ZR360 സൗണ്ട് അപ്സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും ഈ ഒരു ടി വിക്ക് നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ 2.1 സിസ്റ്റത്തിൽ നിന്ന് സൗണ്ട് കേട്ടാലും ഒരു സറൗണ്ട് സൗണ്ട് പോലുള്ള ഒരു ഫീൽ നമുക്ക് അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ മികച്ച സ്പീക്കറുകൾ മാത്രം പോരല്ലേ, അതിന്റെ ഒരു മികച്ച സൗണ്ട് ക്വാളിറ്റി സപ്പോർട്ട് കൂടെ വേണം. ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ടിവിയിൽ തോഷിബ നൽകിയിട്ടുണ്ട്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഫാർ ഫീൽഡ് വോയിസ് ആണ്. അതായത് പല സ്മാർട്ട് ടിവികളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ റിമോട്ടുകളിൽ ബട്ടണുകൾ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന സംവിധാനം. എന്നാൽ ഈ ഒരു ടി വിയിൽ ഇത്തരത്തിൽ റിമോട്ട് എടുക്കണ്ട, അല്ലാതെ തന്നെ ഇതിനകത്ത് മൈക്ക് സിസ്റ്റം ഉണ്ട്. നമുക്ക് ദൂരെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ പോലുള്ള കമാൻഡുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ടി വിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ റിമോട്ട് കയ്യിലില്ലെങ്കിൽ പോലും റൂമിൽ ടി വിയുടെ അടുത്ത് തന്നെ വേണമെന്നില്ല, കുറച്ച് ദൂരം മാറി ഇരുന്ന് വേണമെങ്കിൽ നമ്മുടെ വോയിസ് കൊണ്ട് ഈ ഒരു ടി വിയെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനവും ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട്. അടുത്ത മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഗെയിം മോഡാണ്. അതായത് ഈ ഒരു ടി വി സാധാരണ സിനിമകളും മറ്റ് എന്റർടൈൻമെന്റ് പർപ്പസിനും മാത്രമല്ലാതെ നമുക്ക് ഗെയിമിംഗ് കൺസോളുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കാനും ഈ ഒരു ടി വി ഉപയോഗിക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ഗെയിം മോഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്തരം ഗെയിം മോഡിലേക്ക് മാറി കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോ ലോ ലേറ്റൻസി അതുപോലെ അൾട്രാ മോഷൻ തുടങ്ങിയ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതായത് ഓട്ടോ ലോ ലേറ്റൻസി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന വിഷലും കേൾക്കുന്ന സൗണ്ടും തമ്മിലുള്ള ലേറ്റൻസി ഭയങ്കരമായിട്ട് കുറച്ചുകൊണ്ട് മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകും. അതുപോലെ തന്നെ അൾട്ടിമേറ്റ് മോഷൻ, അതായത് മികച്ച റിഫ്രഷ് റേറ്റ് കൊണ്ട് തന്നെയും ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഗെയിം പ്ലേ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നിന്നും സാധ്യമാണ്. HDR സപ്പോർട്ട്, HLG, HDR10, HDR10+, ഡോൾബി വിഷൻ IQ തുടങ്ങിയ
തുടങ്ങിയ സപ്പോർട്ടുകളെല്ലാം ഈ ഒരു ടി വിയിൽ നൽകിയിട്ടുണ്ട്. സാധാരണ നമ്മൾ നിരവധി ടി വികൾ അടുത്തിടെയൊക്കെ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുന്നെങ്കിൽ ഇത്രയും സപ്പോർട്ടുകൾ നമ്മൾ കണ്ടിരുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഡോൾബി വിഷൻ IQ അത്തരം സപ്പോർട്ടുകൾ വരെ നൽകുന്ന ഒരു ടി വിയാണിത്. ഇതൊരു സ്റ്റോക്ക് ഗൂഗിൾ TV ഇന്റർഫേസ് ആണ് നൽകുന്നത്. അതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള TV OS ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് TV OS വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് 12 ഈ ഒരു ടി വി പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇതിന്റെ ആ ഒരു ഹോം സ്ക്രീനിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി കണ്ടന്റ് സജഷനുകൾ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നുണ്ട്. പല പല ആപ്ലിക്കേഷനുകളിൽ നിന്നുള്ള പല OTT ആപ്ലിക്കേഷനിൽ നിന്നുള്ള കണ്ടന്റ് സജഷൻസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ഹോട്ട്സ്റ്റാർ, സോണി ലീവ്, പ്രൈം വീഡിയോ, C5 എന്ന് വേണ്ട നിരവധി OTT ആപ്ലിക്കേഷൻസ് അത് നമുക്ക് ഇത് ഗൂഗിൾ TV OS ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വേണ്ടുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം പ്ലേ സ്റ്റോറിൽ നിന്നുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. കുഞ്ഞു കുഞ്ഞു ഗെയിമുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ഗൂഗിൾ TV OSന്റെ ഒരു ഗുണം. അതുപോലെ യാതൊരുവിധ ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ക്രോളിങ്ങും കാര്യങ്ങളുമാണ്, അല്ലെങ്കിൽ ആ ഒരു ഇന്റർഫേസ് ആണ് ഈ ഒരു സ്മാർട്ട് TV സമ്മാനിക്കുന്നത്. മികച്ച പിക്ചർ ക്വാളിറ്റിക്ക് വേണ്ടി AI പിക്ചർ ഒപ്റ്റിമൈസർ എന്ന് പറയുന്ന ഒരു ഫീച്ചറും ഈ ഒരു ടിവിക്കകത്ത് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ എല്ലാം AI കാലമാണ്. അതുകൊണ്ട് തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാണുന്ന വിഷ്വലുകൾ അതെന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ലാൻഡ്സ്കേപ്പ് വിഷ്വലുകളാണെങ്കിൽ ആ രീതിയിൽ, അതല്ല ഈ പറഞ്ഞ ഹ്യൂമൻ ബീയിങ്സിന്റെ വിഷ്വലുകളാണ് കാണുന്നെങ്കിൽ ആ രീതിയിൽ, അത് ആ കാണുന്ന സീൻ എന്താണെന്ന് മനസ്സിലാക്കി AI ഉപയോഗിച്ചുകൊണ്ട് അത് കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് മികച്ച രീതിയിലുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റി ഈ ഒരു TV സമ്മാനിക്കും. അതുപോലെ AI 4K അപ്സ്കെയിലിംഗ് ഫീച്ചർ നൽകിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന കണ്ടന്റുകളെല്ലാം 4K ക്വാളിറ്റിയിലുള്ള കണ്ടന്റ് ആവണമെന്നില്ല. പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ ഫുൾ HD സിനിമകളൊക്കെ ആയിരിക്കും യൂട്യൂബിൽ നിന്നൊക്കെ പ്ലേ ചെയ്യുന്നത്. അതെല്ലാം ഒരു 4K ക്വാളിറ്റിയിലേക്ക് അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്തുകൊണ്ട്, അതും AI ഉപയോഗിച്ചുകൊണ്ട് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു TV വഴി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മിറാകാസ്റ്റ്, ക്രോംകാസ്റ്റ്, അതുപോലെ ആപ്പിൾ എയർപ്ലേ തുടങ്ങിയുള്ള ഒട്ടുമിക്ക എല്ലാ കണക്ടിവിറ്റി സംവിധാനങ്ങളും ഈ ഒരു ടിവിയിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളിരിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അത് ഏത് രീതിയിൽ നമുക്ക് ഈ ഒരു ടിവിയുമായിട്ട് പെയർ ചെയ്യാം. അതുപോലെ ഈവൻ ഐഫോൺ ആണെങ്കിലും അത് ഈ ഒരു ടിവിയിൽ പെയർ ചെയ്ത് ആ ഫോണിലെ കണ്ടന്റുകളും ഇതുവഴി ആസ്വദിക്കാനാകും. ഈ ഒരു TV നമുക്കറിയാം, ഇതിന്റെ ബ്രാൻഡ് തോഷിബ, അത് ജപ്പാൻ ബേസ്ഡ് ബ്രാൻഡാണ്. എങ്കിലും ഇതെല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ നിരവധി ഫീച്ചറുകൾ, അതായത് മികച്ച സൗണ്ട് ക്വാളിറ്റിക്കും പിക്ചർ ക്വാളിറ്റിക്കും വേണ്ടി നിരവധി ഫീച്ചറുകൾ നൽകുന്ന ഒരു കിഡിലൻ 4K LED ടിവിയാണ് ഈ ഒരു തോഷിബയുടെ M550 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. അപ്പോൾ ഇതിന്റെ വിലയാണ് ഇനി പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വ്യത്യസ്ത സൈസുകളാണ് ലഭിക്കുന്നത്, 55 ഇഞ്ചും 65 ഇഞ്ചും. നമ്മൾ പരിചയപ്പെട്ട 55 ഇഞ്ചിന്റെ വില എന്ന് പറയുന്നത് 41,999 രൂപയ്ക്കാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങൾ 4K ക്വാളിറ്റി, 55 ഇഞ്ച് LED TV മാത്രമല്ല നിരവധി ഫീച്ചറുകൾ, മികച്ച സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് 2.1 സിസ്റ്റം. സാധാരണ ടിവികളൊക്കെ 2 സ്പീക്കർ സിസ്റ്റം ഉള്ളൂ. ഇത് സബ് വൂഫർ ഉൾപ്പെടെ വരുന്ന 2.1 സിസ്റ്റം. അതുപോലെ AI ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ എൻഹാൻസിങ്ങും അല്ലെങ്കിൽ പിക്ചർ എൻഹാൻസിങ്ങും ഓഡിയോ എൻഹാൻസിങ്ങും ഒക്കെ നൽകിയിരിക്കുന്ന നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല പിക്ചർ ക്വാളിറ്റിയും നൽകുന്ന 1 ഇയർ വാറണ്ടി നൽകുന്ന ഒരു ടിവിയാണ് തോഷിബയുടെ ഈ പറയുന്ന M550 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡൽ. 65 ഇഞ്ചിന്റെ വില എന്ന് പറയുന്നത് 59,999 രൂപയാണ്. ഇത് ഇൻട്രൊഡക്ടറി ഓഫറിലാണ്. അപ്പോൾ ഈ ഒരു ടി വി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്, ആരെയും നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർക്ക് വാങ്ങണമെങ്കിൽ വാങ്ങുന്നുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന് വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.